കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും MM വർഗീസും K രാധാകൃഷ്ണൻ MPയും പ്രതികളാണ്. കേസിൽ ആകെ 83 പ്രതികളുണ്ട്. CPMനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, CPMന്റെ പ്രമുഖ നേതാക്കളെല്ലാം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കുടുങ്ങുകയാണ്. നിലവിലുള്ള MP K രാധാകൃഷ്ണൻ, അതേപോലെ തന്നെ മുൻ മന്ത്രി AC മൊയ്തീൻ, പാർട്ടി നേതാവായ MM വർഗീസ്, ഇവരടക്കം 83 പ്രതികൾ പാർട്ടി തന്നെ പ്രതിക്കൂട്ടിലാവുന്നു. കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ. വിനോദ്, രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ അതിൽ CPMന്റെ 8 നേതാക്കൾ, ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള 8 നേതാക്കളാണ് പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുന്നത്. CPM തന്നെ ഒരു പ്രതിയാണ് എന്നതാണ് അത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റി മാത്രമല്ല, ഇത് കള്ളപ്പണമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് സംരക്ഷിക്കാൻ ശ്രമിച്ചു, അത് സുതാര്യമായ പണമാണ് എന്ന് വരുത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് പ്രധാനമായും കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ CPMനെതിരെ ചൂണ്ടിക്കാണിക്കുന്നത്. CPIM പാർട്ടി എന്ന നിലയിൽ 68ാം പ്രതിയാണ്. മുൻമന്ത്രിയും CPM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ AC മൊയ്തീൻ കേസിൽ 67ാം പ്രതിയും, ഒപ്പം തന്നെ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് 69ാം പ്രതിയും, മുൻ മന്ത്രിയും മുൻ സ്പീക്കറും മുൻ ജില്ലാ സെക്രട്ടറിയുമായ K രാധാകൃഷ്ണൻ MP 70ാം പ്രതിയുമാണ് ഈ കേസിൽ. ഒപ്പം തന്നെയാണ് CPM പൊറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A പീതാംബരൻ, പൊറത്തുശ്ശേരി സൗത്ത് ലോക്കൽ സെക്രട്ടറി MV ബിജു, ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി KC പ്രേമജൻ എന്നിവരും ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. CPMന്റെ ലോക്കൽ തലം മുതലുള്ള നേതാക്കൾ ഈ പ്രതിപട്ടികയിൽ എത്തുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. കള്ളപ്പണത്തിൽ കൃത്യമായ പങ്കുപറ്റി അനധികൃതമായി വായ്പകൾ അനുവദിച്ചു, അതിന്റെ പണം, അങ്ങനെ വായ്പകൾ അനധികൃതമായി അനുവദിച്ചപ്പോൾ ലഭിച്ച പണം, അതാണ് അതിന്റെ ഒരു കമ്മീഷനാണ് പാർട്ടിയുടെ അക്കൗണ്ടുകളിലേക്ക് വന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. അതനുസരിച്ചാണ് പിന്നെ നേരത്തെ സ്വത്ത് കണ്ടുകെട്ടൽ അടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് CPM കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റി ആ വരുമാനം കൊണ്ട് നേടിയതാണ് പൊറത്തുശ്ശേരിയിലേക്ക് വാങ്ങിയ CPMന്റെ പാർട്ടി കമ്മിറ്റി ഓഫീസറായി വാങ്ങിയ ഭൂമി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ നേതാക്കളുടെയും പങ്ക് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കുറ്റപത്രം സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ AC മൊയ്തീന്റെയും രാധാകൃഷ്ണന്റെയും MM വർഗീസിന്റെയും എല്ലാം തന്നെ പങ്കാളിത്തം വ്യക്തമാണ്. ഓരോ നേതാക്കളും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അനധികൃത ലോണുകൾ തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അനുവദിച്ച് ലഭിക്കുന്നതിന് വേണ്ടി അവർ പ്രത്യേകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് ഇതിലെല്ലാം ഒരു കമ്മീഷൻ ലഭിച്ചിരുന്നു. ആ കമ്മീഷൻ ഉപയോഗിച്ച് പാർട്ടി സ്വത്തുവകകൾ വാങ്ങാൻ ശ്രമിച്ചു, പലയിടത്തും നിക്ഷേപങ്ങൾക്ക് ശ്രമിച്ചു. അതിന്റെ നടപടികളുടെ ഭാഗമായിട്ടാണ് നേരത്തെ സ്വത്തുവകകൾ കണ്ടുകിട്ടിയത് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. AC മൊയ്തീനെതിരെയും കൃത്യമായി തന്നെയുള്ള ആരോപണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തുന്നുണ്ട്. AC മൊയ്തീന്റെ വ്യക്തമായ ഇടപെടൽ ഈ കള്ളപ്പണ ഇടപാടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ് കുറ്റപത്രം. വ്യക്തമാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ കേസിലാണ് CPMന്റെ പ്രമുഖ നേതാക്കളെല്ലാം പ്രതികളായി കുറ്റപത്രം ED സമർപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.